ഹലോ, ഇതാണ് നമ്മുടെ ഒറിജിനൽ വീഡിയോ. അതായത് ഞാൻ പറഞ്ഞു ഞങ്ങൾ വലിയ കാര്യത്തിൽ ഇൻട്രോയൊക്കെ എടുത്ത് പപ്പ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും, പപ്പയ്ക്ക് സർപ്രൈസായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഇൻട്രോയൊക്കെ എടുത്ത് ഇവനെ കൊണ്ട് ഇരുത്തി മേശപ്പുറത്ത് ഞങ്ങൾ ഒരുമിച്ച് അരിയാനൊക്കെ തുടങ്ങി. ഇവൻ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അലമ്പായി. ക്യാരറ്റ് എടുക്കുന്നു, കുറച്ച് നേരമൊക്കെ ആദ്യം കുറച്ച് നേരം അരിഞ്ഞൊക്കെ തന്നു, പിന്നെ അതെടുത്ത് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാരറ്റൊക്കെ എടുത്ത് പെറുക്കി കളയാൻ തുടങ്ങി. പിന്നെ ക്യാപ്സിക്കമൊക്കെ എടുത്ത് കുറച്ച് നേരം അരിഞ്ഞു തന്നു. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതൊക്കെ വലിച്ചെറിയാൻ തുടങ്ങി. പിന്നെ എന്നെ ഒരേപോലെ ക്യാമറയിലേക്ക് എന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം, ക്യാമറയിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണം. അമ്മ തല മാറ്റാൻ പാടില്ല എന്നുള്ള വാശിയായി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ സമാധാനത്തിൽ ഞാനൊരുവിധം സമാധാനിപ്പിച്ച് ഉരുളക്കിഴങ്ങ് കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോഴത്തേക്കും ആൾ മിണ്ടാതിരുന്ന് സവോളയൊക്കെ പൊളിക്കാൻ തുടങ്ങി. കത്തിയും കൊണ്ട് ആദ്യം മെല്ലെ തൊലിയൊക്കെ പൊളിച്ച് പിന്നെ കൈ കൊണ്ടൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കണ്ണിലേക്കൊക്കെ പോകുന്നുണ്ട്, കണ്ണ് നീറുന്നൊക്കെയുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് അരിയുന്നതിൻ്റെ ഇടയിൽ കത്തി ഒന്ന് ചെറുതായിട്ട് കൈ തട്ടി, മുറിഞ്ഞൊന്നുമില്ല. പിന്നെ അത് അവനെന്തെങ്കിലും ഒന്ന് ഒരു വേദനയോ ഒരു കുഞ്ഞു സാധനം എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഉമ്മ കൊടുത്താൽ മാറും. അപ്പം ഞാനതൊക്കെ ഒരു ചെറിയൊരു ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ വേദനയൊക്കെ മാറി, വീണ്ടും ആൾ എനർജറ്റിക്കായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ഫുള്ള് ക്ഷമയും തീർന്നു. ഇത് ഒത്തിരി ഉണ്ടായിരുന്നത് കാരണം സാധാരണ ഇത്ര അരിയാറില്ലല്ലോ. അപ്പോൾ കൊച്ചിന് ഒട്ടും ക്ഷമയില്ലാതായി. പിന്നെ അവൻ കുറച്ചുകൂടെ കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ മെല്ലെ സോഫയിലേക്കൊക്കെ കൊണ്ടിരുത്തി യൂട്യൂബൊക്കെ വെച്ച് കൊടുത്ത് ഒരു ചൂച്ചു ടി വേണം. അപ്പോൾ ഇപ്പോൾ ABCD ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ABCD ഒക്കെ കണ്ട് അമ്മ ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ ചിക്കൻ പീസും തിന്നിരിക്കുന്നു.